പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇതുപോലെ വാഹനം വീടിന്റെ കാർ പോർച്ച് കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതാണ്ട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരേണ്ട വണ്ടിയൊക്കെ ബാക്കിലോട്ട് വരുമ്പോൾ എങ്ങോട്ട് തിരിക്കണം, എത്രയും വരുമ്പോൾ ഓടിക്കണം. ഇതൊന്നും പലർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. എങ്ങോട്ടൊക്കെയാണ് ബാക്കി വരുന്ന സമയത്ത് എങ്ങോട്ടൊക്കെ ഓടിക്കണം, അതുപോലെ തന്നെ ഓടിച്ച് ഇതുപോലെ ഇറങ്ങി വരുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെ വരുമ്പോൾ വീല് നിവർത്തണം എന്നൊന്നും അറിയത്തില്ല. എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഇന്ന് ക്ലാസ് നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? നീലേശ്വരം. നീലേശ്വരം ഏത് ജില്ലയാ? കാസർഗോഡ് ജില്ല നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാഹനം ഓടിക്കണം എന്ന് അധികം ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചു. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എത്തിക്കണം, പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിട്ടിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട. ഇത് കണ്ടില്ല, നമ്മളിപ്പോ ഇവിടുന്ന് വണ്ടി ഇറങ്ങി വന്നു, നമുക്ക് നേരെ അങ്ങോട്ടാ പോകണം. ഇപ്പൊ ഇങ്ങനെ വന്നു, ആളിന് ഞാൻ ജഡ്ജ്മെന്റ് കൊടുത്തു, അങ്ങോട്ട് വണ്ടി വന്നു, എന്നിട്ട് പിന്നെ ബാക്കിലോട്ട് എടുക്കുന്നു. പിന്നെ ഈ വണ്ടിയുടെ ബാക്കി അങ്ങോട്ട് ഓടിക്കണമെന്ന് ആളിന് മനസ്സിലായി. കണ്ട, അങ്ങോട്ട് ഒടിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി നമുക്ക് അതിലൂടെ അങ്ങോട്ട് സ്പേസ് നോക്കി റിവേഴ്സ് എടുത്തതിന് ശേഷം ഓടിച്ച് പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ എങ്ങോട്ടൊക്കെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടൊക്കെ തിരിക്കണം. ഇപ്പൊ കണ്ടില്ല, ഇവിടെ നമ്മൾ ഇറങ്ങി റൈറ്റ് സൈഡിലോട്ട് നോക്കി ഇറങ്ങി വന്നു. കണ്ട, അവിടെ ഇറങ്ങി വന്നതിന് നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് ആക്കി കൊടുത്തു, അവിടെ നേരെ ആക്കി കൊടുത്തു, അവിടെ നിന്ന് വന്നപ്പോഴോ ലെഫ്റ്റിലോട്ട് ആക്കി കൊടുത്തു. എത്രത്തോളം വരണോ അത്രത്തോളം വന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ മുൻപോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒടിവിനെ അസ്കീർ കൊടുത്ത് മുമ്പോട്ട് എടുക്കരുത്. വണ്ടി മുൻപോട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒടിച്ചൊടിച്ച് കൊടുക്കുക. കണ്ട, കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്കൊരു വാഹനം തിരിക്കാനും അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാനും അതുപോലെ തന്നെ എന്താണ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം. ഇതുപോലെ നമുക്ക് എത്ര സ്പേസ് ഉള്ള ഒരു വഴിയിലാണെങ്കിലും റോഡിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇപ്പൊ ആളെ നിർത്തി പതിയാണ് എടുക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് വെച്ച് പെട്ടെന്ന് ചാടി പെട്ടെന്ന് എടുത്ത് ത്രാസ് എടുത്ത് എടുക്കുന്നുണ്ട്. കണ്ട, സാവധാനം ചെയ്യുക. നമുക്കിപ്പം 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് നമ്മൾ അങ്ങ് എടുക്കണം. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് ഒരു വാഹനം എടുക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സ് പാർക്കിംഗ്, റിവേഴ്സ് നമുക്കൊരു വണ്ടി പാർക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ ഗേറ്റിന്റെ അവിടെ കിടക്കുന്ന വണ്ടി, ഗേറ്റിന്റെ അവിടെ കിടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒരു മെയിൻ റോഡാണ് മുന്നേ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മൾ ഗേറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങാതെ പതി നമ്മൾ മുന്നോട്ട് നോക്കി ഇറങ്ങാം. കണ്ടില്ലേ, കൃത്യമായിട്ട് ഇതുപോലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് കാണാം. റോഡ് കാണുന്നതിന് വരെ നമ്മൾ മുന്നോട്ട് പോവാ, തിരിക്കാതെ. റോഡ് കാണുന്നു, നമ്മൾ ഷോൾഡർ വെച്ച് റോഡ് കാണുന്നു എന്ന് കാണുന്നതിന് വരെ മുന്നോട്ട് പോവാ. കണ്ട, 2 സൈഡും കാണത്തക്ക പോലെ വേണം നിർത്തുക. അതായിരിക്കും റോഡിന്റെ എൻഡ് എന്ന് പറയുന്നത്. അതായിരിക്കും റോഡിന്റെ എൻഡ്. അപ്പൊ കൃത്യമായതിനു ശേഷം നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്ന് റോഡിലേക്ക് വണ്ടിയാക്കി കൊടുക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഏത് റോഡിൽ നിന്ന് ഏത് വീട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എത്ര മെയിൻ റോഡാണെങ്കിലും ഏത് റോഡാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും റിവേഴ്സ് എടുക്കാനും പേടി കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയുന്നതാണ്.